ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ ബാഹുലേയാഷ്ടകം. ഹ്രീം 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 ഹൃഷ്ടഷട്ഗന്ധരമഘരമരണാരണ്യസംവർത്തവന്യീം ഐം 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 ഐംഗുദീ സദ്ഫലമൃദുമിളിതപ്രാശിയോഗീന്ദ്രവന്ദ്യം ക്ലീം 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 ക്ലിഷ്ടകായക്ലമദവദഹനക്ലേശനിർമൂലനാശം സൗം 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 സൗരകാന്തിഭ്രമഹരമനിശം ഭാവയേ ബാഹുലേയം. ഹ്രീം 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 എന്ന് മുഴക്കത്തോടു കൂടിയവനും ഹൃഷ്ടഷഡ്ഗന്ധരം സന്തോഷം നിറഞ്ഞ 6 മുഖങ്ങളോട് കൂടിയവനും അഘമകരാരണ്യ സംവർത്തവന്യം പാപം ചെയ്തു മരിച്ച് ജനിക്കുന്ന സംസാരക്കൊടുങ്കാടിന് പ്രളയാഗ്നിയായിട്ടുള്ളവനും ഐം 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 എന്നു മുഴങ്ങുന്നവനും ഐംഗുദീസദ്ഫല മൃദുമിളിത പ്രാശിയോഗീന്ദ്രവന്ദ്യം ഓടൽപ്പഴം പാകത്തിന് ചേർത്തുണ്ടാക്കിയ അന്നം ഭക്ഷിക്കുന്ന യോഗീന്ദ്രന്മാരാൽ വന്ദിക്കപ്പെടുന്നവനും ക്ലീം 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 എന്ന് മുഴങ്ങുന്നവനും കായക്ലമദവദഹനം ശരീരക്ലേശത്തിന് കാട്ടുതീയായുള്ളവനും ക്ലേശനിർമൂലനാശം സംസാരക്ലേശത്തെ വേരോടെ പിഴുതെറിയുന്നവനും സൗം 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 എന്ന് മുഴങ്ങുന്നവനും സൗരകാന്തിഭ്രമഹരം സംസാരമെന്ന മരുമരീചികാഭ്രമത്തെ അകറ്റുന്നവനുമായ ബാഹുലേയം സുബ്രഹ്മണ്യനെ അനിശം ഭാവയേ ഞാൻ സദാ ഭാവന ചെയ്യുന്നു. ഹ്രീം ഹ്രീം എന്ന മുഴക്കത്തോടു കൂടിയവനും സന്തോഷം നിറഞ്ഞ 6 മുഖങ്ങളോടു കൂടിയവനും പാപം ചെയ്തു ജനിച്ചു മരിക്കുന്ന സംസാരക്കൊടുങ്കാടിനെ പ്രളയാഗ്നിയായിട്ടുള്ളവനും ഐം ഐം എന്നു മുഴങ്ങുന്നവനും ഓടൽപ്പഴം പാകത്തിനു ചേർത്തുണ്ടാക്കിയ അന്നം ഭക്ഷിക്കുന്ന യോഗീന്ദ്രന്മാരാൽ വന്ദിക്കപ്പെടുന്നവനും ക്ലീം ക്ലീം എന്നു മുഴങ്ങുന്നവനും ശരീരക്ലേശത്തിന് കാട്ടുതീയായുള്ളവനും സംസാരക്ലേശത്തെ വേരോടെ പിഴുതെറിയുന്നവനും സൗം സൗം എന്ന് മുഴങ്ങുന്നവനും സംസാരമെന്ന മരുമരീചികാഭ്രമത്തെ അകറ്റുന്നവനുമായ സുബ്രഹ്മണ്യനെ ഞാൻ സദാ ഭാവന ചെയ്യുന്നു. ഇഷ്ടദേവൻ ബ്രഹ്മത്തിൻ്റെയും ത്രിമൂർത്തികളുടെയും പ്രതിനിധിയായിരിക്കുന്നത് പോലെ പ്രാണൻ്റെയും പ്രതിനിധിയാണ്. അതാണ് ബാഹുലേയനെ ഹ്രീം ഹ്രീം എന്നിത്യാദി അക്ഷരസ്വരൂപനായി വിവരിച്ചിരിക്കുന്നത്. കുണ്ഡലിനി പ്രാണപ്രസരത്തോടെ ആധാരചക്രങ്ങളിൽ മുഴങ്ങിക്കേൾക്കുന്ന ധ്വനിവിശേഷങ്ങളാണിവയെല്ലാം. ഇത്തരം അനാഹതധ്വനി ശ്രവണം മനസ്സിനെ ലയിപ്പിച്ച് എല്ലാ സംസാരക്ലേശങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നു. അതാണിക്കാര്യം ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നത്. സുബ്രഹ്മണ്യ ഭാവന ഉറച്ചാൽ ഇതെല്ലാം സ്വാഭാവികമായി സംഭവിക്കും. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത് സത് ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു. ഓം